ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജോ വർഗീസ്. വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സെർവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സൂപ്പർ ടോപ്പ് പ്ലാനാണ്. പ്ലാനിൻ്റെ പേര് നിവ ബൂപ്പ ഹെൽത്ത് റീചാർജ്. നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഹെൽത്ത് റീചാർജ് എന്ന പോളിസി. എന്താണ് സൂപ്പർ ടോപ്പ് പോളിസി എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇതേക്കുറിച്ച് മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോയുടെ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന പ്രീമിയം ഒരു ഉദാഹരണം മാത്രമാണ്. 5000 രൂപയിൽ താഴെയും 5000 രൂപയിൽ മുകളിലും നിങ്ങൾക്ക് ഈ പോളിസി ലഭിക്കുന്നതാണ്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ നിങ്ങളുടെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഹെൽത്ത് റീചാർജ് എന്ന പ്ലാനിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. പോകാം സ്ക്രീനിലേക്ക്. ഈ പോളിസിയുടെ സം ഇൻഷുർഡ് എന്നത് 7.5 ലക്ഷം രൂപ മുതൽ 95 ലക്ഷം രൂപ വരെയാണ്. ആനുവൽ അഗ്രിഗേറ്റഡ് ഡിഡക്റ്റബിൾ എമൗണ്ട് 3 ലക്ഷം രൂപ മുതൽ തുടങ്ങുന്നതാണ്. ഇൻ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. ഈ പോളിസി എടുത്തിട്ടുള്ളവർക്ക് സിംഗിൾ പ്രൈവറ്റ് AC റൂം ഉപയോഗിക്കാവുന്നതാണ്. ഈ പോളിസിയുടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് 60 ദിവസമാണ്. അതായത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിന് തൊട്ട് മുൻപുള്ള 60 ദിവസത്തെ ബില്ലുകൾക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിന് യാതൊരുവിധ ലിമിറ്റും ഉണ്ടായിരിക്കുന്നതല്ല. കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ഈ പോളിസിയുടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് 90 ദിവസമാണ്. അതായത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന 90 ദിവസത്തെ ബില്ലുകൾക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിനും യാതൊരുവിധ ലിമിറ്റും ഉണ്ടായിരിക്കുന്നതല്ല. കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. എല്ലാ വിധത്തിലുമുള്ള ഡേ കെയർ പ്രൊസീജിയറുകളും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റായ ആയുഷും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. ആയുഷ് എന്നാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ എന്നിവയെല്ലാമാണ്. ഇത് അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. ഓർഗൻ ഡോണർ എക്സ്പെൻസും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. എമർജൻസി ആംബുലൻസും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. പെർ ഹോസ്പിറ്റലൈസേഷന് 1500 രൂപ വരെ ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. അൺലിമിറ്റഡ് ഈ കൺസൾട്ടേഷൻ ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. അടുത്തതാണ് ലോയൽറ്റി അഡീഷൻ. എല്ലാ വർഷവും നിങ്ങളുടെ സം ഇൻഷുർഡ് 5% വീതം ഉയരുന്നതാണ്. ഇത്തരത്തിൽ പരമാവധി 50% ലോയൽറ്റി അഡീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 25 ലക്ഷം രൂപ വരെ സം ഇൻഷുർഡ് ഉള്ള പോളിസികൾക്കാണ് ലോയൽറ്റി അഡീഷൻ ബാധകമാകുന്നത്. മെന്റൽ ഇൽനെസ്സും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. എന്നാൽ ചില കണ്ടീഷനുകളിൽ മാത്രം ഇതിൽ സബ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. HIV, AIDS എന്നിവ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. മോഡേൺ ട്രീറ്റ്മെന്റും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ആണ് ലഭിക്കുന്നത്. ചില കണ്ടീഷനിൽ മാത്രം ഇതിൽ സബ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡുകൾ നോക്കാം. നിലവിലെ നിങ്ങളുടെ രോഗങ്ങൾക്ക് 48 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. ക്രിട്ടിക്കൽ ഇൽനെസ്സിന് 90 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. സ്പെസിഫൈഡ് ഇൽനെസ്സിന് 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ പോളിസിയുടെ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്നത് 30 ദിവസമാണ്. ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എക്സ്ക്ലൂഷൻസ്. സാധാരണ കണ്ടുവരാറുള്ള എക്സ്ക്ലൂഷനാണ് സർക്കംസിഷൻ, സൂയിസൈഡ് അറ്റംപ്റ്റ്, അൺപ്രൂവൻ ട്രീറ്റ്മെന്റ്, കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്, കൺജങ്ഷൻ, എക്സ്റ്റേണൽ ഡിസീസ്, ആൽക്കഹോളിസം, ഡ്രഗ്സ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇന്റേണൽ സെൽഫ് ഇഞ്ചുറി, കോണ്ടാക്ട് ലെൻസ്, ഹിയറിംഗ് എയ്ഡ്സ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, പ്ലാസ്റ്റിക് സർജറി, ഡേഞ്ചർ സ്പോർട്സ് തുടങ്ങിയവയൊക്കെ. ഓരോ കമ്പനിക്കനുസരിച്ച് ഇവയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ്. കൂടുതൽ അറിയാനായി നിങ്ങൾ വോർഡിങ്സ് നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ മിനിമം 24 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആയാൽ മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ. അഡ്മിറ്റ് ആയാൽ മാത്രം പോരാ, അവിടെ ഒരു ചികിത്സയും നടന്നിരിക്കണം. ഡേ കെയറിന് ഇത് ബാധകമായിരിക്കില്ല. രണ്ടാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ 24 മണിക്കൂറിനുള്ളിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. എന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി അതിന്റെ ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും. സമയക്കുറവ് മൂലം വീഡിയോയിൽ എല്ലാ പോയിന്റും പൂർണ്ണമായി വിശദമാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ ഏതെല്ലാം രോഗങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എക്സ്ക്ലൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്, സബ് ലിമിറ്റ്സ്, കോ പേയ്മെന്റ്സ് എന്നിവയെ അറിഞ്ഞിരിക്കണം. ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ മുൻപ് ഇതേക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്.
ക്ലെയിം നിരസിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു എന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവേ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവേ എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫൈനാൻഷ്യൽ സർവേൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പ്രോഡക്റ്റുകളുടെ ഓർഡിങ്സ്, ബ്രോഷർ, പ്രീമിയം ചാർട്ട് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സർവേൻ്റെ വാട്സപ്പ്, ടെലഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.